ഞങ്ങള് ജാനകിക്കാട് വന്നിട്ട് ഫസ്റ്റ് ഒന്ന് പറയാം. പാർക്കിംഗ് കഴിഞ്ഞിട്ട് നടന്നു പോകുന്ന വഴി ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി. 30 രൂപയാണ് ടിക്കറ്റിന്. കാടിനുള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പുഴയുണ്ട്. ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ച് നടന്ന മഴയായതുകൊണ്ട് വ്ലോഗ് ചെയ്യാണ്. ഇങ്ങനെ ഈ കല്ലിട്ട വഴിയിലൂടെ ഇങ്ങനെ ഒത്തിരി ദൂരം നടക്കണം. അവിടെ നടക്കാനുണ്ട്. ഇവിടെ അരുവിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം ഗൈസ്. ഇല്ല, പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ ആ പുഴ. നല്ല ഭംഗിയുണ്ട്. ഇറങ്ങാൻ പറ്റില്ല. വീഡിയോ എടുത്ത് പുഴയും കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഇവിടെ പാമ്പൊക്കെ ഉണ്ട് ഗൈസ്. കടുവ വരെ ഇറങ്ങുന്ന കാടാണ്. എന്താ കുഴിമണ്ടലി ഉണ്ട്, ശ്രദ്ധിക്കണം. എന്താ ഈ കണ്ണാടി കൂടെ അല്ലേ ക്യാമറയിലേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഫിനോമിനന്റെ മാതിരി ഉണ്ട് നിന്നെ ആണ്. ഈ ഒന്ന് നല്ല രസമല്ലേ അല്ല ക്യാമറ കാണാൻ കണ്ണാടി കൂടെ ആ ഒരു കളറില്. ഈ വഴി കാണാൻ നല്ല രസമുണ്ട്. ഒരു കൊടൈക്കനാൽ ഫീലൊക്കെ ഉണ്ട്. നല്ല ചൂടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ കാട്ടിലേക്ക് പോവാണ്. കൊടും കാട്ടിലേക്ക്. കുറേ മരത്തിൻ്റെ വള്ളികളൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. മൗഗ്ലീനെ പോലെ ആരതി കുറേ വള്ളിയിലൊക്കെ പിടിച്ച് തൂങ്ങുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അറ്റത്തുണ്ട്. ഗൈസ്, ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വെള്ളം കരുതണം കേട്ടോ. നിങ്ങളെ മതി നല്ല കുട്ടികളായിരിക്കാം. എന്താ നിങ്ങളാരും ഒന്നും ഇല്ലാത്ത ഫൈനാൻസിൽ വരുന്നതാ ഗൈസ്. അങ്ങനെ നമ്മൾ ജാനകിക്കാടിൻ്റെ നമ്മൾ നന്നായി വേർക്കുന്നുണ്ട്. ഒരുപാട് കുറേ വള്ളിച്ചെടികളുണ്ട്. വള്ളിച്ചെടികളല്ല, കിളികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വള്ളി ഉണ്ടായിരുന്നു അവിടെ, ഊഞ്ഞാലാടാൻ പറ്റിയൊരു വള്ളി. ഈ വള്ളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവിടെ ഇരുന്ന് ആടി കൊതി തീർന്നിട്ടില്ലായിരുന്നു. ജാനകിക്കാട് പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഊഞ്ഞാലാണ്. ബാക്കിൽ എന്താ നടക്കുന്നത്? നമ്മളങ്ങനെ വനാന്തരത്തിൽ കൂടെ ഇങ്ങനെ പോവാം. നമുക്ക് ഇനി അടുത്ത ലൊക്കേഷൻ ഏതാ നോക്കാട്ടോ. ഇവിടെ ഭയങ്കര പീസ്ഫുൾ. വ്ളോഗർ ആരതി. ഞങ്ങളങ്ങനെ ഒരു കൗന്തോപ്പിലെത്തി. വേണ്ട, ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. ചോറിന് പോയിട്ടുണ്ടെങ്കിൽ ചോറ് കിട്ടാൻ നോക്കി. ഞങ്ങൾ ജാനകിക്കാട് മൊത്തം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര ഒന്നും ഇവിടെ കാണാനൊന്നുമില്ല. കാടാണ്, ഫുള്ള് കാടാണ്. എല്ലാവരും ബാക്ക് പോയി. ഇനി ഞങ്ങൾ അടുത്ത എങ്ങോട്ടാ? അടുത്ത ഞങ്ങൾ ഏതെങ്കിലും ഞങ്ങൾ കറങ്ങാൻ വേണ്ടി വരുന്നത്. ഫ്രീ മൈൻഡ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. കുറച്ചു നേരല്ലേ മിണ്ടാതിരിക്കാം. പൊന്നമ്മേൻ്റെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഇനി പോകുള്ളൂ. കുറച്ചു നേരം എല്ലാവരും നിശബ്ദത പാലിക്കുക. 2 ദിവസം പട്ടിഷോ, 2 ദിവസത്തെ ഒരു ഷുഗർ കട്ട് ചായ പോലും ഞാൻ മധുരടാതെ കുടിച്ചിട്ട്. എന്നിട്ട് വിവേക് ആ മിഠായി കൊണ്ടുവന്നതിനാണ് അപ്പൊ ചാടി തിന്നേ. ഇതാ ഞാൻ പറഞ്ഞ മൗഗ്ലി. നമുക്ക് ഇവർക്കൊന്നും ഇവിടെ അത്ര ഇഷ്ടമായിട്ടില്ല. അങ്ങനെ നമ്മൾ ജാനകിക്കാട് കണ്ടേ. ഇനി അടുത്ത ലൊക്കേഷൻ തോണിക്കാടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല, കാരണം കാടാണ്.
തിരിച്ച് പോകുന്ന വഴിക്ക് തോണിക്കടവ് കരിയാത്തുംപാറയും ഒന്ന് പോയി. അവിടെ ടിക്കറ്റ് എടുത്ത് പോകുന്ന സ്ഥലത്തല്ല, ഒരു ഹിഡൻ സ്പോട്ടുണ്ട്, അവിടെയാണ് പോയിരുന്നത്. അപ്പോൾ തോണിക്കടവ് കരിയാത്തുംപാറ ഉള്ള ഒരു ഹിഡൻ സ്പോട്ടിലാണ്. ആ, ഇവിടെ അധികം ആൾക്കാരൊന്നും ആരില്ല. വെള്ളത്തിൽ ഇറങ്ങണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഇനി, പക്ഷെ ഞങ്ങളിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിയില്ല. പാൻറ് മാത്രം ഒന്ന് നനച്ച്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി.